ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ ലഞ്ച് ബോക്സായി കൊടുത്തു വിടാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസ് ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നറിയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെമൺ റൈസ് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇന്നത്തെ ലെമൺ റൈസ് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് റൈസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ റൈസ് ഉണ്ടാക്കുന്നത് പോലെ റൈസ് വേവിച്ചതിന് ശേഷം അതിലുള്ള വെള്ളം ഊറ്റിക്കളയുമെന്ന്. അപ്പോൾ ഞാനിന്ന് 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ബസ്മതി റൈസിന് ഏകദേശം 3 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. നമ്മളിപ്പോൾ 1 കപ്പ് റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പിൽ കൂടുതൽ വെള്ളം എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് റൈസ് കുറച്ചുകൂടെ സ്റ്റിഫായിട്ട് കിട്ടും, അധികം ഉടഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇനി ഈ വെള്ളം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇതുപോലത്തെ റൈസൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും. ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസോ ടൊമാറ്റോ റൈസോ വെജിറ്റബിൾ റൈസോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാകുമ്പോൾ അത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നമ്മുടെ പണിയും എളുപ്പമാകും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 7 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബസ്മതി റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. പിന്നെ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൈസിന് വെളിച്ചെണ്ണ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാകില്ല, വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കളർ മാറുന്നത് വരെ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഉഴുന്ന് പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറ്റൽമുളകും ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇതുപോലെ പീസാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ആ നിലക്കടയിലേക്ക് ഒന്ന് പൊട്ടുന്നതിൻ്റെ സൗണ്ട് കേൾക്കും. അതുവരെ നമ്മൾ ഇതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ നിലക്കടലയും കാഷ്യൂ നട്ട്സൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പച്ചമുളകിൻ്റെ കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയുമാണ്. എന്നിട്ട് അതും ഒന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കാൻ, ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു കടലയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 പേർക്കുള്ള റൈസ് ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ പുളി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ഓരോ ചെറുനാരങ്ങയ്ക്കും അതിൻ്റെ പുളിയിൽ വ്യത്യാസം ഉണ്ടാകും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറികളൊന്നുമില്ലാതെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കണം തോന്നുകയാണെങ്കിൽ തേങ്ങാ ചമ്മന്തി, നമ്മുടെ പച്ചമുളക് ചേർത്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. അതുപോലെ പപ്പടം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.